ഹലോ, ഇന്ന് നമുക്ക് ഹൻസിക മോട്ട്വാനി നായികയായ ഒരു കഥാപാത്രം മാത്രമുള്ള 105 മിനിറ്റ്സ് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. നായികയായ ജാനു തന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്കെത്തുകയാണ്. അവൾക്ക് അമാനുഷികമായ ചില പ്രവൃത്തികൾ വീട്ടിൽ നടക്കുന്നതായി തോന്നും. എന്താകും അങ്ങനെ സംഭവിക്കാൻ കാരണം? അതവൾ കണ്ടെത്തിയോ എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായികയായ ജാനു രാത്രി കാർ ഓടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകും വഴി പെട്രോൾ പമ്പിലൊക്കെ കയറിയിട്ടാണ് അവൾ പോകുന്നത്. കാറിന്റെ പിൻസീറ്റിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. കാറിന്റെ കണ്ണാടിയിൽ ജാനുവിനെ പോലെ തന്നെ ആരോ അവളെ രൂക്ഷമായി നോക്കുകയാണ്. അത് മനസ്സിലാക്കിയ ജാനു തിരിഞ്ഞു നോക്കുമ്പോൾ ആരും തന്നെയില്ല. കാർ ഓടിച്ചു പോകുമ്പോൾ അവളെ പോലെ ആരോ കാറിന്റെ മുന്നിൽ വരും. ജാനു ഷോക്കായി പോകുന്നു. പതിയെ പതിയെ ആ രൂപം മറഞ്ഞു പോകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ജാനുവിന് മനസ്സിലാകുന്നതേയില്ല. അതും ആലോചിച്ച് ജാനു വീട്ടിലേക്കെത്തും. അപ്പോൾ നന്നായി മഴ പെയ്യുവാനായും ആരംഭിച്ചു. കാറും പാർക്ക് ചെയ്ത് അവൾ വീടിനുള്ളിലേക്ക് കയറുകയാണ്. മഴ പെയ്യുന്നതിനാൽ കറണ്ടുമില്ല. അവൾ വല്ലാത്ത ദാഹമായതിനാൽ ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്നും എന്തോ ശബ്ദങ്ങളൊക്കെ കേൾക്കുവാനായും തുടങ്ങി. അപ്പോൾ തന്നെ കറണ്ടും വരും. അങ്ങനെ ജാനു മുഖം കഴുകുവാനായി നോക്കുമ്പോഴോ വെള്ളം വരുന്നതേയില്ല. അവൾ തിരിച്ചു പോകുവാനായി ഒരുങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായി വെള്ളം വരുന്നു. അവൾ സിങ്കിൽ ചെന്ന് നോക്കുകയാണ്. അതിനുശേഷം നടന്ന കാര്യമെല്ലാം ഫ്രണ്ടിനെ വിളിച്ച് പറയാമെന്ന് കരുതുമ്പോൾ കോള് പോകുന്നതേയില്ല. അതുമോർത്ത് മുകളിലത്തെ നിലയിൽ ജാനു തന്റെ റൂമിലേക്കെത്തും. ആ റൂം കാണുമ്പോൾ തന്നെ ജാനു ഒരു റൈറ്റർ ആണെന്ന് മനസ്സിലാകും. അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് റൂമിലുള്ളത്. അങ്ങനെ റൂമിലിരിക്കുമ്പോൾ ജാനു വിളിക്കാൻ ശ്രമിച്ച ഫ്രണ്ടിന്റെ കോൾ വരും. ഫോൺ എടുത്ത് കാര്യം പറയുവാനായി നോക്കുമ്പോൾ കോള് കട്ടാകുന്നു. ചാർജില്ലാതെ സ്വിച്ച് ഓഫ് ആയതാണ്. അങ്ങനെ അവൾ ഒന്ന് ഫ്രഷ് ആകാമെന്ന് കരുതി ബാത്റൂമിലേക്ക് എത്തി ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. അതിനുശേഷം ബാത്ത് ടബിലിരുന്ന് അവൾ ഉറങ്ങിപ്പോകുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൾ മറ്റൊരു സ്ഥലത്തായിരുന്നു. ബാത്ത് ടബിലല്ലേ ഞാൻ കിടന്നത്, പിന്നെ എങ്ങനെ ഇവിടെ എത്തി എന്നവൾ ചിന്തിക്കും. അപ്പോൾ അവളുടെ തലയിൽ എന്തോ ഒന്നിടിക്കുകയാണ്. പക്ഷെ അവിടെ ഇടിക്കാനും വേണ്ടി ഒന്നും തന്നെയില്ല. വീണ്ടും അവൾ മുന്നോട്ട് നടക്കുമ്പോൾ വീണ്ടും തലയിടിക്കും. അവൾ അദൃശ്യമായ കണ്ണാടിക്കൂടിനുള്ളിലാണെന്ന് അവൾക്ക് മനസ്സിലാകും. എങ്ങനെയും രക്ഷപ്പെടണമെന്നോർത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു കതക് ജാനുവിന്റെ കണ്ണിൽ തെളിയും. ആ കതക് തുറക്കുവാനായി നോക്കും, പക്ഷേ പറ്റുന്നില്ല. ഫുൾ പവർ എടുത്ത് കതക് തുറക്കാൻ നോക്കുമ്പോൾ അത് തുറന്നു വരുന്നു. ആ കതക് അവളുടെ വീട്ടിലെ ബാത്റൂമിലേതായിരുന്നു. ജാനു വേഗം താഴേക്കിറങ്ങി ഓടും. താഴത്തെ ഫ്ലോറിൽ എത്തുമ്പോൾ സ്റ്റെപ്പിലിരിക്കവേ ആരോ അവളുടെ തോളിൽ തട്ടുന്നു. ജാനുവിന് പേടിയാകുവാനായി തുടങ്ങി. ആരോ വീട്ടിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ തിരിഞ്ഞു നോക്കിയാൽ ആരും തന്നെയില്ല. പിന്നെ അത് ആരായിരിക്കും എന്ന് ചിന്തിച്ച് മെയിൻ ഡോറ് തുറന്ന് രക്ഷപ്പെടാനായി നോക്കുമ്പോഴോ ഡോറും തുറക്കാൻ പറ്റുന്നില്ല. എങ്കിൽ ആരെയെങ്കിലും വിളിക്കാമെന്ന് കരുതി ഫോൺ എടുക്കാൻ പോകുമ്പോൾ ഫോണിൽ ചാർജ് ഇല്ലാത്ത കാര്യം അവൾക്ക് ഓർമ്മ വരും. ചാർജർ എടുക്കുവാനായി പോകുമ്പോൾ ആരോ ജാനുവിനെ മറ്റൊരു റൂമിലേക്ക് തള്ളിയിടും. ആരോ തള്ളിവിട്ടതാണെന്ന് ചിന്തിക്കുമ്പോഴോ ആ റൂമിലെ കണ്ണാടിയിൽ ജാനു തന്റെ റിഫ്ലക്ഷൻ കാണുന്നു. അത് സ്വന്തമായി തലയിൽ മുറിവുണ്ടാക്കുമ്പോഴോ ആ മുറിവ് ജാനുവിനും ഉണ്ടാകുന്നു. അവൾ പേടിച്ചിറങ്ങി ഓടുകയാണ്. എന്താ പേടിയാകുന്നു എന്നൊരാണിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആരാ അത് എന്ന് ജാനു തിരിച്ചു ചോദിക്കും. പക്ഷെ പിന്നീടൊന്നും കേൾക്കില്ല. സോഫയിൽ വന്ന് തളർന്നിരിക്കുമ്പോൾ അവളെ ആരോ തൊടുന്നത് പോലെ അവൾക്ക് തോന്നും. അവൾ പേടിച്ച് കരഞ്ഞുകൊണ്ട് ആരാ നീ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ ശബ്ദം പറയും, എനിക്കൊരു കപ്പ് കോഫി വേണം, നമുക്ക് 2 പേർക്കും കൂടി 2 കൊണ്ടുവാ എന്ന് ജാനുവിനോട് പറയുകയാണ്. പേടിച്ച് വിറച്ച ജാനു അടുക്കളയിലെത്തി 2 കോഫി ഉണ്ടാക്കിക്കൊണ്ടുവരും. കോഫി കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് എന്നെ വെറുതെ വിടണമെന്ന് പറയുമ്പോൾ അപ്പോൾ അവൾക്ക് ചുറ്റും തീ പിടിക്കുവാനായും തുടങ്ങി. ജാനു അവിടെ നിന്നും രക്ഷപ്പെട്ടു ഓടുവാനായി നോക്കും. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവളുടെ കാല് ലോക്കാകുന്നു. ജാനുവിന്റെ ബോധവും പോകും. പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ വീട്ടിലാണ്. അവളെ ആരോ ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആ ചങ്ങല പൊട്ടിച്ച് അവൾ ഫോൺ എടുക്കാനായി പോകും. കാലിൽ മുറിവുമുണ്ട്. മുകളിൽ ചെന്നപ്പോൾ ഫോണിൽ ചാർജില്ലല്ലോ. ചാർജർ എടുക്കുവാനായി വീണ്ടും താഴെ വരുമ്പോൾ ആരോ ചങ്ങലയിൽ പിടിച്ചു വലിക്കും. വേദന കൊണ്ടവൾ ഒരുപാട് കരയും. ജാനു ഇഴഞ്ഞു ചെന്ന് ഒരു കബോർഡിൽ നിന്നും മരുന്നെടുത്ത് മുറിവിലൊക്കെ വെക്കുന്നു. അതിനുശേഷം ഡോറ് തുറന്നു ചെന്ന് ആരെങ്കിലും രക്ഷിക്കണേ എന്ന് പറയുവാനായി ശ്രമിക്കുമ്പോൾ ആരും വരാൻ പോകുന്നില്ലെന്ന് ആ വോയിസ് കളിയാക്കും. ജാനു നേരെ അടുക്കളയിൽ പോയി ഒരു കത്തിയെടുത്ത് ആരായാലും നേരിൽ വാടാ, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ അവളുടെ കൈ ആരോ കൺട്രോൾ ചെയ്യുവാനായും തുടങ്ങി. കൈ തനിയെ അവളുടെ കഴുത്തിൽ ചെന്ന് കഴുത്തറുത്ത നിലയിൽ അവൾ തറയിൽ വീഴും. പിന്നീട് ജാനുവിനെ ഒരു കാടിനുള്ളിൽ തല കീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നെ വെറുതെ വിട് എന്നവൾ കരയുമ്പോൾ ആ ശബ്ദം ഉറക്കെ ചിരിക്കും. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ വീടിനുള്ളിലാണ്. കഴുത്ത് മുറിച്ചതുപോലെ ജാനുവിന് തോന്നിയതായിരുന്നു. ജാനു തന്റെ കാലിലെ കുരുക്കഴിക്കാമെന്ന് കരുതി പഴയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന റൂമിൽ ചെന്ന് ആ ഒരു ചങ്ങലയിട്ട ഭാഗം തല്ലി പൊട്ടിക്കാമെന്ന് കരുതി ചുറ്റിക എടുക്കും. പക്ഷേ നടക്കുന്നില്ല. അവിടെ നിന്നും എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു കണ്ണാടി കാണുന്നു.
അതിനുള്ളിൽ മറ്റൊരു കണ്ണാടിക്കൂടിനുള്ളിൽ കുടുങ്ങി നിൽക്കുന്ന ജാനു എന്താ എനിക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. നേരെ താഴേക്ക് അവൾ പേടിച്ചിറങ്ങി വരുന്നു. ജാനു ഫോൺ ചാർജിന് വെക്കുവാൻ നോക്കുമ്പോൾ വീടിന് പുറത്തൊക്കെ കറണ്ടുണ്ട്, പക്ഷെ അകത്തില്ല. കൂടാതെ അവളെ പോലെ മറ്റൊരു പെണ്ണ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് മറ്റൊരു വശത്തിരിക്കുകയാണ്. ആ പെൺകുട്ടി ജാനുവിനെ തന്നെ ക്രൂരമായി നോക്കുന്നു. നീ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനുവിന് പെട്ടെന്ന് ദാഹിക്കുവാനായും തുടങ്ങി. അവൾക്ക് ഇക്കിളം എടുക്കുവാൻ തുടങ്ങി. വെള്ളം കുടിക്കാൻ അടുക്കളയിൽ പോകുമ്പോൾ വെള്ളമേ ഇല്ല. വെള്ളത്തിനു വേണ്ടി അലയുകയാണ് ജാനു. അപ്പോൾ ആ ശബ്ദം എന്താ ദാഹിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് ജാനു മറുപടി പറയും. അപ്പോൾ അവളുടെ ദേഹത്തേക്ക് ഒരുപാട് വെള്ളം വന്ന് വീഴുന്നു. അതെല്ലാം തുടയ്ക്കുവാനായി നോക്കുമ്പോൾ ആ വെള്ളം വീണത് പോലും അവളുടെ ദേഹത്തില്ല. വീടിന്റെ ടെറസിലെത്തി ആരെങ്കിലും വിളിക്കാമെന്ന് കരുതുമ്പോഴോ TV ഓണാകും. അതിൽ ജാനുവിനെ തന്നെ കാണിക്കുന്നു. ജാനു കരയുകയാണ്. ഇതിനുശേഷം എന്ത് സംഭവിച്ചെന്നറിയണോ എന്നാ ശബ്ദം ചോദിക്കുമ്പോൾ TVയിലെ ജാനു ചങ്ങല കഴുത്തിലിട്ട് കുരുക്കി മരിക്കുകയാണ്. അത് കണ്ട് പേടിച്ച അവൾ ചങ്ങല മാറ്റുവാനായി നോക്കും, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ അവൾ ഒരു ചെറിയ റൂം കാണുന്നു. അതിനുള്ളിലേക്ക് അവൾ കടക്കും. അവിടെ മറ്റൊരു വാതിലുണ്ട്. അത് തുറക്കുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ഒരു റൂമായിരുന്നു അത്. ആ റൂം ചുറ്റി കറങ്ങുവാനായി തുടങ്ങി. അവൾ തറയിലും വീഴുന്നുണ്ട്. അതിനുള്ളിൽ അവൾ കുടുങ്ങിപ്പോയി. പക്ഷെ അതെല്ലാം ജാനുവിന്റെ ഒരു തോന്നലായിരുന്നു. ജാനു അപ്പോഴും ഹാളിൽ തന്നെയായിരുന്നു. ടെറസിൽ പോകുന്നതാണ് ഒരേ ഒരു വഴി എന്ന് ചിന്തിച്ച ജാനു അവിടേക്ക് പോകും. ടെറസിലെ ഡോർ വഴി പുറത്തിറങ്ങുമ്പോൾ ഡോർ അടയുകയും ചങ്ങല ഡോറിൽ കുടുങ്ങി പോവുകയും ചെയ്തു. ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. കാലിന്റെ സ്കിന്നൊക്കെ പോയാലും വേണ്ടിയില്ല എന്ന് കരുതി അവൾ ആ ചങ്ങല വലിച്ചഴിക്കുവാനായി നോക്കി. അങ്ങനെ അവൾ കഷ്ടപ്പെട്ട് ചങ്ങല വലിച്ചൂരി. അതോടെ കതകം തുറന്നു. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ആരും കേൾക്കുന്നതേയില്ല. ഒരു ഹെൽപ്പും അവൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ രണ്ടുപേർ സംസാരിക്കുന്നത് അവൾ കേൾക്കും. അപ്പോഴാണ് കഥ എന്തെന്ന് നമ്മളെ കാണിക്കുന്നത്. ജാനു ഒരു പയ്യനുമായി നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. അവനോടൊപ്പം ജാനു പുറത്തൊക്കെ പോകുമായിരുന്നു. അവനോടൊപ്പം ഇരിക്കുന്നതിൽ നേരം പോകുന്നത് അറിയുന്നതേയില്ല എന്നൊക്കെ ജാനു പറയാറുണ്ടായിരുന്നു. അതോടെ അവൻ അവളെ ഒൺസൈഡായി പ്രണയിക്കുവാനായും തുടങ്ങി. ജാനുവിനെ പ്രപ്പോസ് ചെയ്യുവാനായി തീരുമാനിക്കുകയാണ്. അങ്ങനെ അവസരം കിട്ടിയപ്പോൾ അവൻ പ്രപ്പോസ് ചെയ്തു. അതോടെ ജാനു പറയും, നീയോ എന്നെ പ്രണയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് റിജക്റ്റ് ചെയ്യുകയാണ്. അതിൽ മനം നൊന്ത് ആ പയ്യൻ ആത്മഹത്യയും ചെയ്തു. അവന്റെ പ്രേതമാണ് അവളെ ഇപ്പോൾ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതെല്ലാം ആ ശബ്ദത്തിൽ നിന്നും മനസ്സിലാകും. ഇനി രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി മരിക്കുകയാണ് എന്നുറപ്പിച്ച് അവൾ താഴേക്ക് ചാടി മരിക്കുന്നു. ഇത്ര പെട്ടെന്ന് മരിച്ചു എന്ന് ആ ശബ്ദം ചോദിക്കുന്നുമുണ്ട്. അതെല്ലാം ലാപ്ടോപ്പിലൂടെ കാണുകയാണ് ജാനു. ജാനു ഒരു റൈറ്റർ ആണല്ലോ. അവൾ നടന്ന യഥാർത്ഥ സംഭവത്തെ വെച്ച് അവൾ കുറച്ച് ഭാവനയൊക്കെ ചേർത്ത് എഴുതുകയാണ്. അതെല്ലാം ഒരു കഥയാണ്. അപ്പോൾ അവൾക്കൊരു കോൾ വരും. ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ആളിൽ നിന്നും വന്ന കോളായിരുന്നു. സംസാരിച്ചു കൊണ്ട് നിൽക്കവേ ജാനു എന്നൊരു വിളി കേൾക്കുന്നു. കഥയിൽ പറഞ്ഞ ആ ഒരു ശബ്ദമില്ലേ, അതാണ് അവളെ വിളിച്ചത്. അത് കേട്ട് ജാനു ഷോക്കായി പോകും. അപ്പോൾ ലാപ്ടോപ്പിൽ തനിയെ ടൈപ്പ് ആകുന്നു. ഇനിയും അവസാനിച്ചിട്ടില്ല, ഇപ്പോഴാണ് ആരംഭിക്കാൻ പോകുന്നത് എന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ